5 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളെ കരിക്കുലത്തിൽ 5 മൊഡ്യൂളാണ് അല്ല സബ്ജക്റ്റിൽ. സോ ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത് ഫ്രാക്ചർ, ഫാറ്റിക്, ക്രീപ്പ്, മോഡേൺ മെറ്റീരിയൽസ്, കോമ്പോസിറ്റ്സ്, ഇതുപോലത്തെ ടോപ്പിക്സ് ആണ് നമ്മളെ ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫ്രാക്ചർ. We have already just discussed about the introduction of fracture. So when a material is stressed beyond the elastic limit, two things can happen. Either the material yields, either the material yields or the material ruptures without any visible signs of plastic deformation. So the ultimate rupture or failure of material by breaking into 2 or more pieces under the influence of an external load is called fracture. Okay. അപ്പോൾ നമ്മൾ മെറ്റീരിയലിന് ലോഡ് കൊടുക്കുമ്പോൾ 2 രീതിയിൽ അത് റപ്ചർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ഫെയിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എയ്തർ ദാറ്റ് വിൽ yield and finally it will fail. Second case, it will fail without showing any plastic deformation. So ഇതാണ് 2 types of fracture. Okay. The applied stress may be tensile, compressive or shear. Okay. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് either it can be a tensile stress or tensile load, or it can be a compressive type, or it can be a shear type. Okay. So between two atoms there exists both attractive and repulsive force. നമ്മൾ already first module നമ്മൾ നോക്കിയതാണ്. So there will be an attractive and repulsive force between the atoms in a crystal. Okay, in a material. So at equilibrium position എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും അല്ലെ. So we need to apply some force. We need to give some force, or exert some force in order to separate the atoms. നമുക്ക് ഈ 2 atoms തമ്മിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ we need to apply certain amount of force. Okay. So between 2 atoms there exist both attractive as well as repulsive forces. At equilibrium position both are equal. So beyond that, the attractive force is the one which predominates. Okay. അപ്പൊ നമ്മളെപ്പോഴും അപ്പൊ ഒരു നെറ്റ് ഫോഴ്സ് ഇതിലിപ്പോ പറയുന്നത് എഫ് മാക്സ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന മാക്സിമം ഫോഴ്സ്, മാക്സിമം നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഫോഴ്സ് അല്ലെ. നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് എഫ് മാക്സ്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു എക്സേർട്ട് എ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ എഫ് മാക്സ് ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ദ ആറ്റംസ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 2 ആറ്റംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് മാക്സ് ആണ് അവിടെ ഉള്ള നെറ്റ് മാക്സിമം ഫോഴ്സ്. അതിനേക്കാളും കൂടുതൽ കൊടുത്താൽ നമുക്ക് ഈ അറ്റോമിക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയതാണത്, എനർജി ഫോഴ്സ് അത് നമ്മൾ നോക്കിയതാണ്. അതായത് ഈ അറ്റോമിക് സെപ്പറേഷൻ കൊണ്ട എനർജിയും ഫോഴ്സ് എന്താ നമ്മളവിടെ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയതാണ്. സോ എഫ് മാക്സ് ഈസ് എ കോസി സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. സോ കോസി ഫോഴ്സ് എന്ന് നമുക്കറിയാം അല്ലെ. കോസി ഫോഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സിമിലർ സെയിം പാർട്ടിക്കിൾസ്. Adhesive means attraction between different particles. So the F max is the maximum force or of attraction between the atoms of that material. So in order to separate the atoms completely, the applied force should exceed F max. Okay. So അങ്ങനെയാണ് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ the fracture is initiated by the presence of some kind of imperfection within the material. So നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന കോസി ഫോഴ്സ് അല്ലെ, എഫ് മാക്സിനെക്കാളും കൂടുതലുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ we can separate the atoms. And fracture is initiated by the presence of some kind of imperfection within the material. So always ഈ ഫ്രാക്ചർ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാറ്റിഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ അല്ലെ. ഫാറ്റിഗും ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നോക്കിയല്ലേ. ക്രാക്സ്, വോയിഡ്സ് ഇതൊക്കെ കാരണങ്ങളാണ്. ഈവൻ ടെമ്പറേച്ചർ കാരണമാണ്. സൈസ് ഓഫ് ദി കോമ്പോണന്റ് വലിയ എഫക്ട് ഇല്ലെങ്കിലും അതൊരു കാരണമാണ്. എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് വർക്കിംഗ്, ഇതൊക്കെ ഒരു റീസൺ ആണ് അല്ലെ ആ ഒരു ടൈപ്പ് ഫ്രാക്ചർ ഉണ്ടാവാൻ. അപ്പൊ ജനറലി these fractures are initiated by the presence of some kind of imperfection within the material. So material any defects or imperfections always enhances the chances to fracture. Mainly a microscopic crack. Crack എന്ന് പറയുമ്പോൾ it may not be visible to our naked eye അല്ലെ, നമ്മൾ കാണുന്ന ഒരു ക്രാക്ക് ആയിരിക്കില്ല. So there will be lots of micro crack happened within a material during its manufacturing process. Okay. So ഇതുപോലുള്ള മൈക്രോസ്കോപ്പിക് ക്രാക്ക് ആണ് പിന്നീട് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് which will results in fracture of that material. Okay. So cracks or this crack acts
like a notch and raises the stress at that point. സോ എവിടെയാണോ ഈ ക്രാക്ക് ഉള്ളത്, സോ എന്ത് സംഭവിക്കും, നമ്മൾ ഓൾറെഡി അതിനൊരു ലോഡ് കൊടുക്കുന്നുണ്ട്, സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് these certain points where there is cracks, this type of microscopic cracks, it will act like a notch and it will raise the stress at that point. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ സ്ട്രെസ് റേസ് ചെയ്യും. Otherwise, these type of cracks or notches will act as a stress raiser. അതൊരു സ്ട്രെസ് റേസർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. So when the stress exceeds F max, the atomic bond in that region breaks. Okay. അപ്പോൾ നോക്കിയാൽ നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അറ്റ് സർട്ടൈൻ പോയിന്റ്സ്, ഈ ക്രാക്സിലെ സർട്ടൈൻ പോയിന്റ്സിൽ എന്താവും, അവിടെയുള്ള സ്ട്രെസ് നമ്മൾ കൊടുത്ത സ്ട്രെസ്സിനേക്കാളും കൂടുതൽ ആയിരിക്കും. കാരണം അവിടെയൊക്കെ ക്രാക്സ് ഉള്ള സ്ഥലത്ത് എന്താവും, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ സ്ഥലത്തൊക്കെ എന്താണ്, the stress at that particular points will be more than the maximum Cauchy strength of these two atoms. So that stress is എന്താണ് ആ സ്ട്രെസ്, so the atomic bonding will be break with the application of that particular force. അല്ലെ, അപ്പൊ ആ ഒരു സ്ട്രെസ്സിൽ it will get a force which is more than F max in order to break the bond at that region. Okay. The crack spreads across the material, which is called crack propagation, resulting in fracture. So ഇങ്ങനെയാണ് ഫ്രാക്ചർ ഉണ്ടാവുന്നത്. ഫ്രാക്ചറിന്റെ ഉണ്ടാവാനുള്ള അതിന്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് ഇംപെർഫെക്ഷൻസിലെ മെറ്റീരിയലിനാണ് ക്രാക്സ് ഉണ്ടാവുക, അല്ലെ. സോ മെയിൻലി ഇംപെർഫെക്ഷൻ മീൻസ് ഇറ്റ് ക്യാൻ ബി എ മൈക്രോസ്കോപ്പിക് ക്രാക്ക്. So these cracks will act like a notch and it will act as a stress raisers, because at this particular point stress will raise. So in that particular point the stress exceed the maximum force, Cauchy force between the atoms. So atomic bond in that particular region will breaks. Okay, then the crack spreads across the material, which is called the crack propagation, resulting in the complete fracture of that component. So there are two types of fracture. One is brittle fracture, second one is ductile fracture. Okay, ductile already നമ്മൾ പറഞ്ഞത്, ductile means ductility. നമുക്കറിയാം ductility is a mechanical property, അല്ലെ. Brittleness, it's also a mechanical property. So always we will prefer ductile. അതെ, കുറച്ച് ductile ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ജനറലി അതൊരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു എബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ductility. Because lots of application demands ductility for a material. The brittleness on the other hand is considered as a negative. അത് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പരമാവധി അത് കുറവായിട്ടാണ് നമുക്ക് വേണ്ടത് ഒരു മെറ്റീരിയൽ. സോ ബ്രിട്ടിൽ ഫ്രാക്ചർ എന്നാണ്. ഈ ഫ്രാക്ചർ ഹാപ്പൻസ് ഈവൻ വെൻ ദ സ്ട്രെസ് വിത്തിൻ ദി ഇലാസ്റ്റിക് റേഞ്ച്. സോ ഇഫ് യു ആർ ഗിവിംഗ് എ സ്ട്രെസ്, എന്താണ് നമുക്കറിയാം, നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് സ്ട്രെയിൻ അവിടെ ഉണ്ടാവും, അല്ലെ. സ്ട്രെയിൻ ഉണ്ടാവും, പക്ഷെ ടിൽ എലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും, ഈ സ്ട്രെയിൻ ഇറ്റ് ക്യാൻ റിട്ടേൺ ടു ദി ഒറിജിനൽ ഷേപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻസിലേക്ക് അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. So beyond the elastic limit, in the plastic region എന്ത് സംഭവിക്കും, it is going to permanently deform the material. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. മേ ബി എ സർട്ടൻ പെർസെന്റേജ് മേ regain to its certain amount of this plastically deformed material may retain to its original size, but കുറച്ച് ബാക്കി അത് ഡിഫോം ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് പഴയ സൈസിലേക്ക് തന്നെ തിരിച്ച് കിട്ടില്ല. ഓക്കെ. And ductile fracture, like fracture occurs after some amount of plastic deformation. Okay. Ductile fracture, the material will rupture, but after undergoing certain yielding, കുറച്ച് plastically deform ചെയ്തതിനു ശേഷമാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് കുറച്ച് ഗ്രാഫ്സ് കാണിക്കുന്നുണ്ട്, അല്ലെ. സോ ഫസ്റ്റ് ഈസ് ബ്രിട്ടിൽ ഫ്രാക്ചർ. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾ ഓൾറെഡി അത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അല്ലെ. ഓരോ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. So it shows stress strain curve for 4 types of material. First one is a brittle material. Second one is a ductile material. It is having low ductility. Third one is also a ductile material with a high ductility. And last one, ductility with shear fracture. അങ്ങനെ 4 മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടല്ലേ. സോ ബ്രിട്ടിൽ മെറ്റീരിയൽ നോക്കിയാൽ how it ruptures, അതിന്റെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ അത് ഓൾമോസ്റ്റ് ഒരു സ്മൂത്ത് ഒരു സർഫസ് അല്ല, പ്ലെയിൻ ഏരിയ ആയിട്ടാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെ. 2 പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഡക്റ്റൈൽ സർഫസ് നോക്കിയാൽ അങ്ങനെയല്ല, ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് സം നെക്കിങ്. അവിടെ കുറച്ച് അത് നേർത്ത് വരുന്നുണ്ട്, അല്ലെ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈൽഡിങ് ദെയർ ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ബ്രേക്കിംഗ്, അല്ലെ.
അത് ചെറുതായി ചെറുതായി വന്നിട്ടാണ് ലാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് അല്ല. അതിന്റെ ഡയമെൻഷൻ കുറഞ്ഞു. ഡയമീറ്റർ നോക്കി, ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ അല്ല ബ്രേക്ക് ചെയ്തെടുത്തുള്ള ഡയമീറ്റർ. ഡയമീറ്റർ ഇസ് ഡിക്രീസിങ് ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ബ്രേക്കിംഗ്. ഹൈ ഡക്റ്റൈൽ ആകുമ്പോഴോ ആ ബ്രേക്ക് ചെയ്ത സ്ഥലത്ത് ഒരു തിൻ പോയിന്റ് വരെ ഉള്ളൂ അല്ലെ. ബിക്കോസ് അതിന്റെ ഡക്റ്റിലിറ്റി കൂടുതലാണ്. സോ അതിന് ഏറ്റവും നേരിയ വയറ് പോലെ അതിന്റെ രൂപത്തിലേക്ക് പോലും അത് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി ജസ്റ്റ് ഒരു പോയിന്റ് ടിപ്പ് വരെ അത്രയും അത് ഈൽഡ് ചെയ്തതിനു ശേഷമാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അവസാനം ഷിയർ ആണ്. ഷിയർ ബ്രേക്ക് 45 ഡിഗ്രിയിലാണ് ഷിയർ ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ഗ്രാഫ് കാണിക്കുന്നുണ്ടല്ലേ. ബ്രിട്ടിൽ ഫ്രാക്ചർ ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ. ഡക്റ്റൈൽ ഫ്രാക്ചർ നോക്കി എങ്ങനെയാണുള്ളത്. ഒരു സർട്ടൈൻ ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നോക്കിയാൽ കുറച്ചത് ഈൽഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ കുറച്ചൊരു കർവേച്ചർ കാണാം. ഹൈ ഡക്റ്റൈൽ ആകുമ്പോൾ കുറച്ചും കൂടി കർവ്ഡ് ആണ്. അതിനുശേഷമാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഷിയർ ഫ്രാക്ചർ നോക്കിയാൽ ഓൾമോസ്റ്റ് സംവാട്ട് ഡക്റ്റൈൽ പോലെ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. ബ്രിട്ടിൽ ഫ്രാക്ചർ നോക്കിയാൽ ബ്രേക്കിംഗ് വരുന്ന സമയത്ത് നോക്കിയാൽ അത് ആ ഒരു എലാസ്റ്റിക് റേഞ്ചിൽ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ഡക്റ്റൈൽ ഫ്രാക്ചർ. Ductile fracture occurs by plastic deformation which can be seen. Okay. So ductile and brittle fracture ഒരു comparison ആണ് ഈ സ്ലൈഡിൽ പറയുന്നത് അല്ലെ. Brittle fracture occurs suddenly and catastrophically without any warning. So that is the problem with the brittle fracture. Brittle fracture നമുക്ക് ഒരു സൈൻസും തരുന്നില്ല, ഒരു വാർണിംഗ് സൈനും തരുന്നില്ല. It will break suddenly or catastrophically. Okay. This is due to spontaneous and rapid crack formation. So spontaneous and rapid crack formation happens in brittle materials. Okay. On the other hand, ductile fracture occurs by plastic deformation, which can be seen because it is visible that the dimension of the material is decreasing, goes on decreasing while it is yielding. So at that time we can understand that the material is going to break or rupture. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. So preventive measures can be taken in the case of ductile materials or in the case of ductile fracture. So stages in ductile fracture. So there are certain ductile fracture എന്നാണ് അത് yield ചെയ്തിട്ടാണ് break ചെയ്യുന്നത്. And there are certain stages in ductile fracture going before final rupture of the material. So what are the different stages? Necking. First stage is necking. Second is cavity formation or the formation of micro cracks. Okay. Then from that cavities, cracks will form. After that, this crack will propagate and finally fracture will happen. So ഇതാണ് അതിന്റെ different stages. Ductile fractures in different stages ഒരു question ആയിട്ട് നമ്മളോട് ചോദിക്കാം. Okay. So this is the images of these different stages of ductile fracture. So ആദ്യം നമുക്കറിയാം നെക്കിങ് അല്ലെ. നെക്കിങ് എന്താ സംഭവിച്ചത്? നെക്ക് എന്ന് പറയുന്നത് എന്താണ് അല്ലെ? നമ്മൾ നെക്ക് എന്നുള്ള യൂഷ്വൽ ജനറൽ മീനിങ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്ക് മീൻസ് എന്താണ്? ദാറ്റ് ഡിക്രീസ്ഡ് ഡയമെൻഷൻ. ഇൻ ദ കേസ് ഇതൊരു റോഡ് ആണ് അല്ലെ. ദിസ് ഈസ് എ സിലിണ്ട്രിക്കൽ റോഡ്. സോ വി ആർ അപ്ലൈയിങ് സ്ട്രെസ് സിഗ്മ അല്ലെ, ടെൻസൈൽ സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. സോ യു ആർ ഡൂയിങ്, ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ സെമ്മിൽ ആവശ്യം അല്ലെ. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ UTM. So in that machine we can perform tensile test of materials. മെറ്റീരിയൽസിന്റെ ടെൻസൈൽ ടെസ്റ്റ് നമുക്ക് അതിൽ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾ അതിന്റെ തിയറി പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇപ്പോൾ ലാബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതിന്റെ. സോ അവിടെ UTM എന്നുള്ള യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ എന്താ ചെയ്യുന്നത്? ഒരു റോഡ്, സിലിണ്ടറിക്കൽ റോഡ്, അത് വലിച്ച് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യാൻ. ഓക്കെ, ടെൻസൈൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇപ്പൊ ആരൊക്കെ വന്നില്ല? മുക്താസിം വന്നിട്ടുണ്ട്. മുക്താസിം. ഓക്കെ. കാർത്തിക്, ഷഹസാദ്, നിഷാഖ്, രാഹുൽ സരുൺ, ശ്രീരാഗ് വിജയൻ. ഓക്കെ, ശ്രീരാഗ് വിജയൻ, വിഷ്ണു എ പി വിഷ്ണുമാധവൻ. ഓക്കെ ഓക്കെ, ശ്രീരാഗ് വിജയൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം എന്താ സംഭവിക്കുന്നത്? നെക്കിംഗ് ആണല്ലേ, ഫസ്റ്റ് സ്റ്റേജ് നെക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ
ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് സംഭവിക്കും, അതിന്റെ ഡയമെൻഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ എന്തോ മൈക്രോ ക്രാക്സ് ഉണ്ടാവാം, അതുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് സി സ്മോൾ വോയിഡ്സ് ഓർ കാവിറ്റീസ് വിൽ സ്റ്റാർട്ട് അറ്റ് ദാറ്റ് പോയിന്റ് അല്ലെ. ആ നെക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് സ്മോൾ വോയിഡ്സ് ഓർ കാവിറ്റീസ് അല്ലെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് ദിസ് ക്രാക്സ് ഗ്രോസ് അറ്റ് 90 ഡിഗ്രി ടു ദ അപ്ലൈഡ് സ്ട്രെസ്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലൈൻ ഓഫ് സ്ട്രെസ് വേർ വി ആർ അപ്ലൈങ്, അതിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഈ ക്രാക്ക് വളരാൻ വേണ്ടി തുടങ്ങുന്നത്. സോ ക്രാക്ക് ഗ്രോസ് വിത്ത് 90 ഡിഗ്രി ടു ദി അപ്ലൈഡ് സ്ട്രെസ്. അപ്പൊ നമ്മൾ ഈ കേസ് നോക്കിയാൽ നമ്മളെ അപ്ലൈഡ് സ്ട്രെസ് എങ്ങനെയാണ്, നമ്മളെ അപ്ലൈഡ് സ്ട്രെസ് റോഡിന് രണ്ട് ഭാഗത്തും അല്ലെ ടെൻസൈൽ സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നല്ലോ മുകളിലേക്കും താഴേക്കും. ബട്ട് ദ ക്രാക്ക് ഈസ് ഗ്രോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ 90 ഡിഗ്രി ടു ദി അപ്ലൈഡ് സ്ട്രെസ്. സോ ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിക്കുന്നത്, ഇത് ഗ്രോ ചെയ്താലും സി ഫൈനലി അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫൈനലി ഡക്റ്റൈൽ ഫ്രാക്ചറിന്റെ കേസിൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ അതിനൊരു കപ്പ് ആൻഡ് കോൺ ഷേപ്പ് ആണില്ല അത്. സി ഇവിടെ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഭാഗം ഇതുപോലൊരു കോണ് പോലെ ഉണ്ടാവും, മുകളത്തെ ഭാഗം ഇങ്ങനെ ഒരു കപ്പ് പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഞാൻ ലൈൻ ചെയ്ത അവിടെ നോക്കി, അവിടെ ഇറ്റ് ഇസ് എ കപ്പ് ആൻഡ് കോൺ ഷേപ്പ്. ഇറ്റ് ഇസ് നോട്ട് ഫ്ലാറ്റ് ഷേപ്പ് ആസ് ഇൻ ദ കേസ് ഓഫ് ബ്രിട്ടിൽ. ബ്രിട്ടിൽ നമ്മൾ ഫിഗർ കണ്ടാണ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, ബട്ട് ഹിയർ ഇറ്റ് ഇസ് എ കപ്പ് ആൻഡ് കോൺ ഷേപ്പ്. കപ്പ് ആൻഡ് കോൺ ഷേപ്പ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഡക്റ്റൈൽ ഫ്രാക്ചറിൽ എപ്പോഴും ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും, ഇറ്റ് ഇസ് എ കപ്പ് ആൻഡ് കോൺ ഷേപ്പ്. എത്ര വലിയ മെറ്റീരിയൽ ആയാലും എത്ര വലിയ ഡയമീറ്ററുള്ള റോഡായാലും ആഫ്റ്റർ എ ടെൻസൈൽ ടെസ്റ്റ്, after the failure under a tensile test or a tensile force, its cross section will looks in the shape of a cup and cone. Okay, see അപ്പോൾ ഇവിടെ 45 ഡിഗ്രി മാക്സിമം ഷിയർ സ്ട്രെസ് ആ ഭാഗത്തെ കൂടിയാണ് അതിന്റെ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ ഉണ്ടാവുന്നത് ആ ഒരു രീതിയിലാണ്. ഓക്കെ, see stages നമുക്ക് 1 by 1 ആയി നോക്കിയാൽ ഫസ്റ്റ് വൺ is necking. So on tensile loading, material behaves elastically till the elastic limit. നമുക്ക് അറിയുന്നതാണ്, നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് അറിയാം അല്ലെ, നിങ്ങൾക്ക് ഓൾറെഡി ഹുക്സ് ലോ ഒക്കെ അറിയാം, അതിലേക്ക് പോകുന്നില്ല. ഓൺ ടെൻസൈൽ ലോഡിംഗ്, ദാറ്റ് മീൻസ് വി ആർ അപ്ലൈയിങ് എ ടെൻസൈൽ ലോഡ് ഓൺ ഈച്ച് സൈഡ് അല്ലെ. ടെൻസൈൽ ലോഡിംഗ്, ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ദാറ്റ് cylindrical rod in a universal testing machine and we are conducting the tensile test. So on tensile loading, material behaves elastically till the elastic limit അല്ലെ. till the elastic limit നമ്മൾ എത്ര ലോഡ് കൊടുത്തിട്ടും തിരിച്ച് ആ ലോഡ് നമ്മൾ റിലീസ് ചെയ്താൽ ഇറ്റ് വിൽ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അല്ലെ. അതിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഉണ്ടാവില്ല, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡയമെൻഷൻ വിൽ ബി ദ സെയിം. സോ ബിയോണ്ട് ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ occurs അല്ലെ, ബിയോണ്ട് ദാറ്റ് elastic limit plastic deformation occurs. That means it is plastically deformed. That means the material is plastically deforming. As the stress is increased, the cross-sectional area of the material decreases rapidly. As the stress is increased, the cross-sectional area of material decreases rapidly. See, at a particular ഏതെങ്കിലും ഒരു പോയിന്റിൽ നെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ, കാരണം അവിടുത്തെ ക്രോസ് സെക്ഷൻ കുറയാൻ തുടങ്ങും. That is, a necked region is produced at a particular that point. Second stage, cavity formation or micro cracks. Second stage of ductile fracture is the formation of cavities. So at that point, that particular region of where the necking happens, there small cavities or small voids will start to form. Okay, so in neck region, the voids cavities ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. Next step is crack formation. So ഈ cavities എല്ലാം കൂടിയിട്ട് എന്താ ഒരു crack രൂപത്തിലേക്ക് വരിക. On continued loading, these micro cracks enlarges or these micro cracks starts to grow. Then these cracks join together to form a single crack. So usually we will assume the crack is of an elliptical shape or an oval shape. അങ്ങനെയാണ് നമ്മൾ assume ചെയ്യുന്നത്. Cracks പൊതുവെ elliptical shape ആയിട്ടാണ് നമ്മൾ assume ചെയ്യുന്നത്. It will not be a complete geometrically elliptical, but almost elliptical shape. Okay. And also this crack will grow perpendicular to the applied load. It will always grow perpendicular to the applied load. Applied load ന് perpendicular ആയിട്ടായിരിക്കും അത് grow ചെയ്യുന്നത് അല്ലേ. Okay. So the major axis of ellipse perpendicular to the direction of loading. Okay. Major axis. അപ്പോൾ elliptical shape നമ്മൾ assume ചെയ്തു. So there will be a major and a minor axis for an ellipse.
So the major axis of the ellipse will be perpendicular to the load applied. So അങ്ങനെയാണ് ഇതിലുള്ളത് അല്ലേ. So we are applying the load like this. That ellipse-ന്റെ major axis ഇങ്ങനെയായിരിക്കും. Apply അങ്ങനെയായിരിക്കും നമ്മളെ ductile fracture വരുന്നത്. Okay. Fourth stage is crack propagation. So after this, the cracks start to propagate. The crack grows in a direction parallel to the major axis of elliptical crack. The crack grows in a direction parallel to the major axis of elliptical crack. Shearing occurs in a direction about 45 degrees to the direction of loading. Shearing occurs in a direction about 45 degrees to the direction of loading. Thus it propagates to the surface. So ഇവിടെ നോക്കിയിട്ടുണ്ടെന്ന് ഇവിടെ എന്താണുള്ളത് ഇവിടെ ഉണ്ടാവുന്നത് ഷിയറിംഗ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഷിയറിംഗ് ആൻഡ് ടിയറിംഗ് ഓഫ് ദ മെറ്റീരിയൽ ആണ് ഇവിടെ ഉണ്ടാവുക അല്ലെ. മേജർ ആക്സിസിന് പാരലായിട്ട് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഫ്രം ദെയർ അത് 45 ഡിഗ്രി ഡയറക്ഷനിലേക്ക് എന്ത് സംഭവിക്കും ഷിയർ ചെയ്യും. ഷിയർ ചെയ്ത് കട്ട് ചെയ്യും അല്ലെ. Thus it propagate to the surface. അങ്ങനെ ആ ക്രാക്ക് സർഫസിലേക്ക് എത്തും. So what we will get the fracture there. On final shearing of the specimen, one of the mating surface is generally in the form of a cup and other like a cone. So on final shearing of the specimen, one of the mating surfaces is generally in form of a cup and the other like a cone. So we will get a cup and cone fracture here. Thus the type of fracture is known as cup and cone fracture. So usually these ductile fractures are called cup and cone fractures. Okay. Second is the brittle fracture. Second one is the brittle fracture. ആകാശ് അഖിൽ ഉണ്ട് അഖിൽ അമിത് അനിരുദ്ധ് മുഹമ്മദ് ലാദിൻ മുഹമ്മദ് അസഫ് മുഹമ്മദ് ഫത്തേ മുഹമ്മദ് സമ മുഹമ്മദ് സിയാൻ നിവേദ് കുമാർ പ്രത്യുഷ് സൗരാഗ് സൗരവ് ശ്രീജിത്ത്. So next one is brittle fracture. എന്താണ് brittle fracture സംഭവിക്കുന്നത്? It occurs without any appreciable plastic deformation and by rapid crack propagation. It occurs without any appreciable plastic deformation and by rapid crack propagation. So as in the case of a ductile fracture, here in brittle fracture there will not be any crack propagation. Crack propagation is a phenomenon. Instead, we are getting a sudden rupture, right? So, it is a catastrophic failure. അതായത് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇല്ലാണ്ടാണ് നമുക്ക് ഫൈനൽ റപ്ചർ അത് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെ. വിതൗട്ട് എനി yielding മെറ്റീരിയൽ ബ്രേക്ക്. The direction of crack motion is very nearly perpendicular to the direction of the applied tensile stress. The direction of crack motion is very nearly perpendicular to the direction of applied tensile stress. ഓൾറെഡി നമ്മൾ അതിന്റെ ഫിഗർ കണ്ടതാണ്. അങ്ങനെ brittle fracture the applied stressന് perpendicular ആയിട്ടായിരിക്കും our fracture happening. Okay. It results in a relatively flat surface. It gives, so the final the fracture surface will be a flat surface. Okay, flat surface does not mean that it is smooth surface. So we will get a flat surface. Here it is not in the form of a cup and in brittle fracture the fracture surface will be a flat surface. This type of fracture is termed as cleavage fracture. So, this fracture is cleavage fracture. The other one is cup and cone fracture. Okay. So, crack propagates by successive and repeated breaking of atomic bonds. Okay. So, oru bond break idane ivide crack propagates by successive and repeated breaking of atomic bonds. Okay. This type of fracture is said to be intragranular. Grain by grain fracture idu povana. So brittle fracture, this type of fracture comes under a particular classification called an intragranular fracture. That means fracture cracks pass through grains. One by one grain, crack pass it. Finally, the material will rupture. Generally found in BCC, body-centered cubic and hexagonal-centered cubic. Body-centered cubic and hexagonal close pack metals
ബ്രിട്ടിൽ ഫ്രാക്ചർ കാണുന്നത്. So this is the difference between brittle and flat. Slide the difference between brittle and ductile fracture. So this is important. Differentiate between brittle and ductile fracture. വളരെ സിമ്പിൾ ആണ്, ഈസി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഇത് നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ brittle and ductile fracture? Brittle fracture occurs with minimum or no deformation. അറിയാം അല്ലെ, with no deformation, the material will rupture. Ductile fracture occurs with a large plastic deformation. That is, the material will yield and it will finally break. Next one, brittle fracture occurs suddenly with minimum energy absorption without any warning. So brittle fractures will not show any signs of warning. Okay. And ductile occurs with the slow tearing of the metal with absorption of energy. So ductile fracture it is dimensional changes it will yield during the application of the load, and it will take some time before the final rupture of the material. So it will show certain signs before the breakage. The third one is separation occurs normal to the tensile axis, resulting in a flat surface. Separation occurs normal to tensile axis, resulting in a flat surface. Brittle fracture, it will be normal to brittle fracture also. It will be normal to the it will be perpendicular to the applied load. Applying the load in a perpendicular right brittle fracture, but the fracture surface will be a flat one. In the case of a ductile, crack propagates in a direction at 45 degree to tensile axis, resulting in a cup and cone fracture surface. Ductile fracture, cracks formation, crack growth is 90 degree to the applied stress, but the propagation of the crack is in a direction 45 degree to the tensile axis. Tensile stress 45 degree crack propagate. Okay, so that will result in a cup and cone shape of fracture. Okay. Fourth one, it initiates, that is brittle fracture, it initiates at the point where micro crack is largest. So micro cracks start. Ductile, it initiates in some localized regions where deformation is very large. Ductile fracture atomic bonding energy difference ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു മെറ്റീരിയൽ എവിടെയാണോ അത്തരത്തിലുള്ള സ്ഥലങ്ങളില്ലത്, ഏറ്റവും കൂടുതൽ ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങൾ, ദാറ്റ് റീജിയൻ ഈസ് ഗോയിങ് ടു നെക്ക് ഫാസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് നെക്കിംഗ് സംഭവിച്ചിട്ടാണ് അവിടെ ഡിഫോർമേഷൻ നടക്കുന്നത്. In brittle fracture, movement of crack involves very little plastic deformation adjusted to the crack. In the case of ductile, crack propagates as a result of highly localized plastic deformation of metal. In brittle case, there will be very little plastic deformation. In the case of a ductile material, there will be highly localized plastic deformation of metal. Sixth one, fracture surface. The fracture surface shows sharp planar surface. Fracture surface show sharp planar surface. Plane surface, sharp plane surface. And in fracture surface appears dirty with rough contour in the case of ductile fracture. So it will be a rough contoured surface in the case of a ductile fracture surface. Seventh one, commonly observed in BCC and HCP metals. Brittle fracture സാധാരണ എവിടെയാണ് കാണുന്നത്? BCC HCP metals ആണ് നമ്മൾ brittle fracture കാണുന്നത്. But ductile fractures commonly observed in FCC, face centered cubicle, ductile fracture കാണപ്പെടുന്നത്. Okay. Eighth one, in general fracture occurs along cleavage planes. Cleavage fracture നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ടല്ലേ. In brittle fracture, it occurs along cleavage planes. Ductile fracture, after necking and crack propagation at 45 degree to tensile axis, fracture occurs along slip planes. Ductile fracture occurs along slip planes. So ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ brittle and ductile fracture important ആണ്. Okay. The next topic is Griffith's theory of fracture. Griffith's theory of fracture. അപ്പോൾ ഗ്രിഫിത്സ് അത് ഒരാളുടെ പേരാണ്. അപ്പോൾ ഈ ഫ്രാക്ചറിന് ഗ്രിഫിത്സ് തിയറി ഒരു തിയറി ഉണ്ട്. എന്താണ് ഗ്രിഫിത്സ് തിയറി നോക്കാം.
സോ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് നമുക്കറിയാം എന്താണ് നമുക്ക് ഫ്രാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ദർ ഇസ് എ ഫ്രാക്ചർ സ്ട്രെങ്ത്, ഒരു ഫ്രാക്ചർ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോ ഈ ബ്രിട്ടിൽ കോമൺലി ബ്രിട്ടിൽ ഫ്രാക്ചറിന്റെ കേസിലാണ് ഗ്രിഫിത്സ് തിയറി അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ചെയ്യാൻ ദർ ഇസ് എ ഫ്രാക്ചർ സ്ട്രെങ്ത് അല്ലെ. നമുക്കൊരു ഫ്രാക്ചർ സ്ട്രെങ്ത് നമ്മൾ കൊടുക്കണം അല്ലെ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ചെലവാക്കണം അല്ലെ, അത് ആ ഫ്രാക്ചർ സംഭവിക്കാൻ. സോ വി നോ ദാറ്റ് ദർ ഇസ് എ കോസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ആറ്റംസ്. ആറ്റംസ് തമ്മിൽ ഒരു കോസീവ് ഫോഴ്സ് ഉണ്ട്. സോ ആ കോസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ വേണം നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അവിടെയുള്ള എഫ് മാക്സിമം ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് അല്ലെ. എന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, അവിടെ ആ ഫ്രാക്ചർ സംഭവിക്കും അല്ലെ. അന്നേരം ഉള്ള ചില പോയിന്റ്സിൽ എവിടെയെങ്കിലും മൈക്രോ ക്രാക്സ് ആണെങ്കിൽ അവിടെ ഫ്രാക്ചർ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ. സോ ദിസ് measured fracture strength of most brittle materials are significantly lower than those predicted by theoretical calculation. അപ്പോൾ ഈ ഫ്രാക്ചർ സ്ട്രെങ്ത് ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ ഈ പറയുന്ന ഫ്രാക്ചർ സ്ട്രെങ്ത്സ് ആർ സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ ദോസ് പ്രെഡിക്റ്റഡ് ബൈ തിയററ്റിക്കൽ കാൽക്കുലേഷൻ. തിയററ്റിക്കൽ കാൽക്കുലേഷനിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ ഒക്കെ മെഷേർഡ് ഫ്രാക്ചർ സ്ട്രെങ്ത്. Brittle materials contain a population of fine cracks which produces a stress concentration of sufficient magnitude. Brittle materials contain a population of fine cracks which produces stress concentration of sufficient magnitude. Brittle materials in case already പറഞ്ഞു, there will be certain populated fine cracks. So these fine cracks എന്ത് സംഭവിക്കും, അത് stress concentration ഉണ്ടാക്കും അല്ലെ, stress concentrations ഉണ്ടാക്കും. So these concentrations എന്താണ്, ഒരുപാട് ക്രാക്സിന്റെ സ്ട്രെസ് കോൺസെൻട്രേഷൻ നമുക്ക് അത് ഹയർ മാഗ്നിറ്റ്യൂഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ അവിടെ തരും. ഓക്കെ. This stress concentration or stress amplification is assumed to be at the crack tip and the magnitude of this amplification depends on the crack orientation and geometry. So cracks ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും അല്ലെ. ദിസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആ സ്ട്രെസ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണെന്ന് അത് ആംപ്ലിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതുപോലത്തെ ക്രാക്സ് ഒക്കെ എന്തായിരിക്കും, ദേ ഓൾ വിൽ ആക്ട് ആസ് എ സ്ട്രെസ് റൈസേഴ്സ്. സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് ഈ പറയുന്ന ക്രാക്സ് എല്ലാം ആക്ട് ചെയ്യുന്നത്. ഓക്കെ. Thus, with minimum applied stress, the stress nearby the cracks reaches theoretically cozy strength. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് സ്ട്രെസ് ഒരു മിനിമം അപ്ലൈഡ് സ്ട്രെസ്സിലാണ് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഓൾറെഡി ഉള്ള തിയററ്റിക്കൽ കോസി സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന സ്ട്രെങ്ത് നമുക്ക് അല്ലെങ്കിൽ സ്ട്രെസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. The crack propagates and eventually cause the material to crack. The crack may exist at the surface or within the interior of the body of material. So ഇപ്പൊ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ ക്രാക്ക് എവിടെയൊക്കെ ഉണ്ടാവാം, ഇൻസൈഡ് ദ മെറ്റീരിയൽ, അതിന്റെ കോറിലാവാം ക്രാക്ക് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ സർഫസിൽ എവിടെയെങ്കിലും ആവാം. സോ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ on the surface of the material or inside the material. Okay. Because of their ability to amplify and applied stress in their vicinity, the cracks or flaws are called stress racers. അപ്പോൾ ഈ ക്രാക്സ് എവിടെയാണുള്ളത്, ചിലപ്പോൾ അതിന്റെ സർഫസിലായിരിക്കാം, അതിന്റെ ഇൻസൈഡ് ഇന്റേണൽ എവിടെയെങ്കിലും ആയിരിക്കാം സ്ട്രെസ് ഈ പറയുന്ന ക്രാക്ക് ഉണ്ടാല്. പക്ഷെ ക്രാക്കിന്റെ പ്രത്യേകത എന്താണ്, ദേ ഓൾ വിൽ ആക്ട് ആസ് എ സ്ട്രെസ് റേസേഴ്സ് അല്ലെ. അപ്പോൾ ആ ക്രാക്ക് ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണോ അതിന്റെ ചുറ്റിലും അതിന്റെ സ്ട്രെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ക്രാക്കിന് പറ്റും അല്ലെ. അങ്ങനെ സ്ട്രെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ആ ക്രാക്ക് ഉണ്ടാകുന്ന അതിന് ചുറ്റിലുള്ള ഭാഗത്തുള്ള അറ്റോമിക് ബോണ്ടിങ് അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സംഭവിക്കും ആ ക്രാക്കിന് ചുറ്റിലുള്ള അറ്റോമിക് ബോണ്ട്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ക്രാക്ക് വലുതാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അത് ഫ്രാക്ചർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഒരു ക്രാക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ അല്ലെ, അതിലൊരു ക്രാക്ക് നമ്മൾ നോക്കുകയാണ്. ആ ക്രാക്ക് എങ്ങനെയുണ്ടോ നമ്മൾ അസ്യൂം ചെയ്യുന്ന എങ്ങനെയാണ്, ക്രാക്ക് പറയുന്നത് ഒരു എലിപ്സ് ആണ് അല്ലെ, എലിപ്റ്റിക്കൽ ആയിട്ടാണ്. അപ്പൊ ഇതാണ് ക്രാക്ക് അല്ലെ. അതിന്റെ എലിപ്സിന്റെ മേജർ ആക്സിസ് ആണ് ഞാനിപ്പോ വരക്കുന്നത്. അതിന്റെ മേജർ ആക്സിസ് ആണ് ഇപ്പൊ വരച്ചത് അല്ലെ. അതാണ് ക്രാക്ക്. അപ്പൊ ക്രാക്ക് ലെങ്ത് നമുക്ക് എങ്ങനെ പറയാം, ഏതാണ് ക്രാക്ക് ലെങ്ത്? ഇത് ക്രാക്ക് ആണെങ്കിൽ ഈ കാണുന്നതാണ് ക്രാക്ക് ലെങ്ത് അല്ലെ. ക്രാക്ക് ലെങ്ത് നമ്മളിവിടെ ക്രാക്ക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 2c ആണ്. സി. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്, സി ഈസ് ദി ഹാഫ് ഓഫ് ദി ക്രാക്ക് ലെങ്ത്. ഓക്കെ. സി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ക്രാക്ക് ലെങ്ത്. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന ക്രാക്ക് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ അകത്താണ് അല്ലെ, ഇൻസൈഡ് ദ മെറ്റീരിയൽ. അപ്പൊ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 ഡയമെൻഷൻ അല്ല, അത് 3 ഡയമെൻഷൻ ആയിരിക്കും അല്ലെ. ഞാനിവിടെ വരയ്ക്കുമ്പോൾ അത് 2D ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി 3 ഡയമെൻഷനൽ അല്ലെ. മെറ്റീരിയൽ എപ്പോഴും എന്തായിരിക്കും, അത് 3 ഡയമെൻഷനൽ ആയിരിക്കും.
അപ്പോൾ ആണെങ്കിൽ നമുക്കതിന് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ടെന്ന് വിചാരിക്കാം മെറ്റീരിയൽ. അല്ലെ? അപ്പൊ അങ്ങനെയാണ് ക്രാക്ക് അങ്ങനെ ഉണ്ടാവും, ക്രാക്ക് ആവാത്തേക്ക് ഉണ്ടാവും അല്ലെ? സോ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവില്ല ഓൾമോസ്റ്റ് അല്ലെ? ശരിയല്ലേ? ഇപ്പൊ ഒരു 3D ആയിട്ട് കിട്ടി, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഇങ്ങോട്ടേക്ക് ഒരു വിടുത്തോ അല്ലെങ്കിൽ ഒരു തിക്നെസ് ഉണ്ടാവും അല്ലെ? തിക്നെസ് സം നൊട്ടേഷൻസ്, ഇതിലേതാ നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്? തൽക്കാലം എ ആണെന്ന് വിചാരിക്കും. എ എന്നുള്ളൊരു തിക്നെസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ക്രാക്ക് ഉണ്ടല്ലോ. 2D ആയിരിക്കുമല്ലോ, അത് 3D ആയിരിക്കുമല്ലോ ഒരു മെറ്റീരിയൽ. 2D ആയിട്ടാണ് വരക്കുന്നത്. അപ്പൊ ഒരു ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക് അത് അതിന്റെ സെൻട്രലാവാം, അല്ലെങ്കിലോ ക്രാക്ക് അതിന്റെ സർഫസിലാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സർഫസ് ക്രാക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വരക്കുന്നത്? സർഫസ് ക്രാക്ക് ആണെങ്കിൽ സെൻട്രലിലെ ക്രാക്ക് ഇങ്ങനെയായിരിക്കും വരക്കുന്നത്. സർഫസിലുള്ളത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സർഫസിലെ ക്രാക്ക് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, ഒരു സർഫസിൽ മാത്രമായിട്ട് ക്രാക്ക്. സാർ കാണുന്നൊന്നുമില്ല സാർ, കഷ്ണേ ഉള്ളൂ. അതെയാ, ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഇല്ല. ഇപ്പൊ കാണാലോ? പക്ഷെ ഇവിടെ എന്റെ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ വേറെ ലാപ്പിൽ എടുത്തിട്ടുണ്ട്, അതിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാണുന്നില്ല? എല്ലാവർക്കും ഇതുപോലെ തന്നെയാണോ? കാണാം? കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സോ ഇപ്പൊ ഞാൻ വരച്ച സെയിം ഫിഗർ ആണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് അല്ലെ? സി ദർ ഈസ് എ ക്രാക്ക് അല്ലെ? ആ മെറ്റീരിയലിന്റെ അകത്തൊരു ക്രാക്ക് ഉണ്ട്. ആ മെറ്റീരിയലിലേക്ക് ഞാനൊരു ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്നു അല്ലെ? എത്രയാണ് ഇവിടെ കൊടുക്കുന്ന ടെൻസൈൽ സ്ട്രെസ്? സോറി, അപ്ലൈഡ് സ്ട്രെസ് എത്രയാണ് ഞാൻ കൊടുക്കുന്നത്? σ0 ആണ് ഞാൻ കൊടുക്കുന്ന അപ്ലൈഡ് സ്ട്രെസ് അല്ലെ? σ0 ഇസ് അപ്ലൈഡ് സ്ട്രെസ് അല്ലെ? അപ്പൊ ഇവിടെ ക്രാക്ക് എവിടെയുണ്ട് നോക്കിയ? ക്രാക്കിന്റെ എത്രയാണ് ലെങ്ത്? 2c ആണ് ക്രാക്ക് ലെങ്ത്. സർഫസ് ക്രാക്ക് ആണെങ്കിൽ അതിന്റെ ലെങ്ത് എത്രയാണ്? c ആണ് ക്രാക്ക് ലെങ്ത്. ഓക്കെ, അപ്പൊ ഈ ക്രാക്കിലെ പോയിന്റ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞത്? സ്ട്രെസ് റേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സി അപ്പോ ആ എച്ച് ഡയറക്ഷനിൽ ആണ് ആ ക്രാക്ക് ഉള്ളത് അല്ലെ? സോ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ക്രാക്ക് ഉണ്ടാവില്ല അല്ലെ? അല്ലെങ്കിൽ ക്രാക്കിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല. സി ആ എലിപ്സിന്റെ മേജർ ആക്സിസ് നോക്കിയ അപ്ലൈഡ് സ്ട്രെസ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത് അല്ലെ? ഇനി നോക്കി ആ എച്ച് ഡയറക്ഷനിലുള്ള ഓരോ പോയിന്റിലുള്ള സ്ട്രെസ് എത്രയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി ആ ക്രാക്ക് ഉള്ളത് എത്താണ്? എ ഡാഷ് എന്നുള്ള ആ ഒരു റീജിയൺ ആണല്ലേ? എ ഡാഷ് എന്നാണ് അതിന്റെ അടുത്തുള്ള എ ഡാഷ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. സി ആ ക്രാക്കിന്റെ ആക്ച്വലി ആ ക്രാക്കുള്ള സ്ഥലം, ആ ക്രാക്കിന്റെ രണ്ട് ടിപ്പ് എടുത്തു ഞാൻ, അതായത് ഈ രണ്ട് പോയിന്റും എയും എ ഡാഷ് എന്നുള്ള രണ്ട് പോയിന്റ് എടുത്തു, അതിന്റെ ടിപ്പ് അല്ലെ? ആ രണ്ട് ടിപ്പിലുള്ള സ്ട്രെസ് ആണ് ഈ രണ്ട് പോയിന്റ് കാണിക്കുന്നത്, ഈ രണ്ടറ്റം ഈ ഗ്രാഫിന്റെ. ദാറ്റ് മീൻസ് ആ രണ്ട് ടിപ്പിലും എന്താണ്? σm ആണ് അല്ലെ അവിടെയുള്ള സ്ട്രെസ് പറയുന്നത്? വൈ ആക്സിസിലെ സ്ട്രെസ് മാക്സിമം ആണ് അല്ലെ? ആ രണ്ട് ടിപ്പിലും, ആ ക്രാക്കിന്റെ ടിപ്പിലാണ് ഏറ്റവും മാക്സിമം സ്ട്രെസ് ഉള്ളത്. ഓക്കെ, ശരിയല്ലേ? അതിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്കെല്ലാം എന്താണ്? സ്ട്രെസ് കുറവാണ്, കാരണം അവിടെയൊക്കെ ക്രാക്ക് ഇല്ല. അപ്പൊ നോക്കി എന്താ സംഭവിക്കുന്നത്? അതിന്റെ സെന്ററിലേക്ക്, മെറ്റീരിയലിന്റെ സെന്ററിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ സിഗ്മാന്റെ വാല്യൂ കൂടിക്കൊണ്ട് പോവാണ് അല്ലെ? സെന്ററിലേക്ക് പോകുമ്പോൾ സിഗ്മാന്റെ വാല്യൂ കൂടിക്കൊണ്ട് പോവാണ്. ഓക്കെ, അപ്പൊ എ ഡാഷ് എന്നുള്ള ആ പോയിന്റിൽ നോക്കിയ എ ഡാഷും എ എന്നുള്ള പോയിന്റും എ ഡാഷ് എന്നുള്ള പോയിന്റിലുമാണ് ഏറ്റവും മാക്സിമം സ്ട്രെസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ ജസ്റ്റ് അതേ കാണിക്കുന്നുള്ളൂ. ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 2D മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്രാക്ക് ലെങ്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2c ആയിട്ടാണ് ക്രാക്ക് ലെങ്ത് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അത് സർഫസിലുള്ള ക്രാക്ക് ആണെങ്കിൽ നമ്മൾ അതിന്റെ ലെങ്ത് c ആയിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഇത് കൂടാണ്ട് വേറൊരു ടേമും കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നതാണ് ആ ടേം. ആ ടേം എന്നാണ്? റോ. ആ ടേം ആണ് റോ ടി. ഓക്കെ, ആ റോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നോക്കിയാൽ ആ പർട്ടിക്കുലർ ക്രാക്കിനെ എൻലാർജ് ചെയ്ത് ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ? ആ ക്രാക്കിന്റെ റേഡിയസ് ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വരക്കാം. ഇപ്പോൾ ഇതാണ് ക്രാക്ക് എങ്കിൽ, ഇതാണ് നമ്മൾ വരക്കുന്ന ക്രാക്ക് എങ്കിൽ അതിന്റെ റേഡിയസ് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു
ആ ഒരു റേഡിയസിലുള്ള ഒരു സ്പിയർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയാണോ അതാണ് ഇവിടെയുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ. സി ഇവിടെ കാണിക്കുന്നുണ്ട് അതല്ലേ. സോ റോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്രാക്കിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ലെങ്ത് ഓഫ് ദ ക്രാക്ക് ഈസ് ടേക്കൺ ആസ് 2c a ഡാഷിൽ or it is taken as c if the crack is in the surface. The applied stress is sigma 0. ഓക്കെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. ഇന്നത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.